Give me your hand. Let me gaze at heaven softer than sea sand. And I love you as much as I can. Give me your hand. Let me gaze at heaven softer than sea sand. Give me your hand. Let's walk together through this lonely land. Give me your hand. Let's walk together through this lonely land. Give me your hand. Give me your hand. Be my song, be my light. Give me a hand, let's walk together through this lonely land. Give me a hand, let's walk together through this lonely land. Give me a hand, give me a hand. മുഖത്ത് നോക്കി എന്നോട് പറയാൻ ഒരു മടിയില്ലല്ലേ? ഭയങ്കര ധൈര്യം തന്നെയാണ്. ഞാനെന്തിനാ ഭയപ്പെടുന്നത്? എന്റെ അച്ഛൻ മിലിറ്ററിക്കാരനാ. അതെ അതെ എന്ന് പറഞ്ഞോണ്ടിരുന്നു. കൊള്ളാം. എന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് തിരിച്ചു കൊടുക്കും. പൊട്ടി മീന, നാളെ കാണാം. ഓക്കെ, ബൈ ബൈ. ഞാൻ പറഞ്ഞ പുസ്തകം വാങ്ങിച്ചോ? ഗീതാ ഗോവിന്ദം. അയ്യോ, ഞാൻ മറന്നുപോയി ആന്റി. നാളെ തീർച്ചയായും വാങ്ങിട്ട് വരാം. ആന്റി, ശങ്കരൻകുട്ടി വരട്ടെ, ഞാൻ അവനോട് പറഞ്ഞോളാം. നാരായണ, ഗുരുവായൂരപ്പ, കൃഷ്ണ. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹിമാം. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹിമാം. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹിമാം. നമ ശിവായ നമ ശിവായ പാഹിമാം. നമ ശിവായ നമ ശിവായ പാഹിമാം. ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ പൂജാ സമയത്ത് ഈ വെട്ടിപ്പാട്ട് വെക്കരുതെന്ന്. എന്താ ആന്റി, നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? നാമം ജപിക്കുന്ന സമയത്താ നിന്റെ ഒരു സന്ധ്യാനാമം സന്ധിക്കല്ലേ ജപിക്കുക? നീ എന്നെ പഠിപ്പിക്കുക? നീന, ഇതാണ് നിന്റെ ഭാവമെങ്കിൽ ഈ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. പറഞ്ഞേക്കാം. നമ ശിവായ നമ ശിവായ. ആന്റി, ഐ എം വെരി സോറി ആന്റി. കോളേജിൽ പോയുള്ള പെൺകുട്ടിയാ. മണി 9 ആവാറായി, ഇനിയും ചമഞ്ഞു കഴിഞ്ഞിട്ടില്ല. എനിക്കൊന്നും പിടിക്കുന്നില്ല കേട്ടോ. എന്താ കുന്തം? ഭഗവാനെ, നാരായണ, കലികാലം തന്നെ, സംശയമില്ല. നാരായണ 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 നാരായണ. ആന്റി, നീന ഒരുങ്ങിയില്ലേ? അവിടെ ഒരുക്കം തുടങ്ങിയിട്ടേ ഉള്ളൂ.
പെൺകുട്ടികളായാലേ പേടിക്കാൻ ആരെങ്കിലും വേണം അല്ലേ? ഒന്ന് വേഗം തയ്യാറാകുക. എന്താ അത്ര തിടുക്കം? കോളേജ് ഇടയ്ക്ക് നിന്റെ പ്രോഗ്രാം ഒന്നും ഇല്ലാത്തത് കഷ്ടമായിപ്പോയി. പകരം നിന്റെ പരിപാടി ആയിക്കോട്ടെ, കളിയാക്കാതെ. വേണ്ടി വന്നാൽ ഞാനും പാടും. വാ പോകാം. ആന്റി, ഞങ്ങൾ പോവാണ്. റീഫില്ലുണ്ടോ രാമേട്ടാ? ഉണ്ട്. ബോൾ പെൻ ഉണ്ട്, തരാം. കണ്ടു, കൈ തന്നെ വെച്ചാ മതിയത്. എന്നോട്? അതെ, നിന്നോട് തന്നെ. നിങ്ങളോടല്ലാന്ന്. വല്യ പോ, നിന്റെ തന്ത വേറെ ആരെയല്ലാണ് നിന്റെ. എനിക്കല്ലേ കളക്കണ്ടട്ടാ. എനിക്ക് എല്ലാരും പോയി, പിന്നെ പീടിയിലൊരു കിന്നാരം. എന്നോടൊന്ന് ചോദിക്കായിരുന്നില്ലേ? നീനക്ക് ഒബ്ജക്ഷൻ ഉണ്ടാവില്ലെന്ന് കരുതി. അതെങ്ങനെ? ആ ഐറ്റം പ്രോഗ്രാമിൽ നിന്ന് മാറ്റൂ. ഞാൻ പാടില്ല. നീന തന്നെ. ഐ കാൺട്ട്. നിങ്ങൾ കാണിച്ച ദുസ്വാതന്ത്ര്യമാണ്. നീന, പ്ലീസ് ക്ഷമിക്കണം. നോ, എന്റെ പേര് വെട്ടിക്കോളൂ. വാ ശ്രീദേവി. നീ കാരണമാണ് ഇങ്ങനെ നടക്കേണ്ടി വന്നത്. അതെന്താടി? എന്താടി വെറുതെ വഴക്കടിക്കാൻ നിന്നിട്ട്? അവന്മാരൊക്കെ ഇടയ്ക്കൊന്ന് തോണ്ടായിരുന്നാ ശരിയാവില്ല. ഞാൻ നിന്നെ കൊണ്ട് തോറ്റു. ഇനി നാളെ. ഓക്കെ ഓക്കെ. അത് ക്ലാർക്കാണ്, അതിനെ തട്ടിയിട്ട് പൊട്ടിക്കരുത്. ഇത് മൂന്നാം തവണയാണ് ഞാൻ ലോറിക്കടി പോണത്. സാധനങ്ങൾ എടുത്തൂരുമാര് കച്ചാപ്പച്ചേറിയല്ല ചെയ്യാം. എന്തിനെങ്കിലും കയറി വന്ന നിങ്ങളെ കൂലി കാശാൻ പിടിക്കും. അത് വേണോ? വേണം. അയർക്കിറക്ക്. ആന്റി? ഏത്? ആ, അതോ വീട്ടിന്റെ ഉടമസ്ഥനാ. നീ അകത്ത് വാ. വിറകായാലും സ്റ്റൗവായാലും ഗ്യാസ് ആയാലും അടുക്കള പണി ഗ്യാസ് പോകുന്ന പണി തന്നെയാ. എന്താ ആന്റി? കോളേജ് പെമ്പിള്ളേരുടെ ഗുണഗണങ്ങളെ പറ്റി പറയായിരുന്നു. ആ, എന്നാ ആന്റി ഞങ്ങളുടെ കോളേജിലേക്ക് വന്ന് 4 ഡയലോഗ് അങ്ങോട്ട് കാച്ചു. കയ്യിൽ എന്തായിരിക്കുന്ന കണ്ടോ? രാവിലെ എനിക്ക് വന്നിരിക്കുന്നു ആന്റിയെ ഡയലോഗ് പഠിപ്പിക്കാൻ. വീട്ടിൽ ഒരു വക ചെയ്യില്ല. വലിയ ഇംഗ്ലീഷുകാരി. ആന്റിക്ക് ഇതിനു മുമ്പ് HMV-കാരുടെ റെക്കോർഡ് കമ്പനിയിലായിരുന്നു ജോലി. എനിക്ക് പൊയ്ക്കോ ഇവിടുന്ന്. കുറെ കഴിയുമ്പോൾ ആന്റി കാസറ്റും ഉണ്ടാക്കും. ഡാഡിയുടെ എഴുത്ത് കണ്ടില്ലല്ലോ? ഇല്ല, വരും സാർ. കത്ത് ക്രിസ്മസിന് അയച്ചിട്ടുണ്ടാവും. എന്തായാലും തിരുവോണത്തിലൂടെ കിട്ടും. ഈ പുസ്തകം കൂടി ഇരിക്കട്ടെ. ഞാൻ ക്ലാസ്സിൽ പോവാ. പിടിച്ചോ. അങ്ങനെ
കുറെ പഴമൊക്കെ കെട്ടി തൂക്കായിരുന്നില്ലേ രാമേട്ട? എന്തിനാ നീയൊക്കെ തിന്ന് കടം പറഞ്ഞു പോവാനോ? ആ, കച്ചവടം എന്നൊക്കെ പറഞ്ഞ അങ്ങനെയല്ലേ? ഔ, ഹലോ. ആ, കോളേജിലേക്കല്ലേ വരണേ രാമേട്ട? വരാത്ത കുറ്റ എത്ര എണ്ണത്തിന്റെ തലയാണാവോ ഇനി വെട്ടിപ്പിളിക്കാൻ പോണേ? അത് ഞങ്ങൾ നോക്കിക്കോളാം ആശാനെ. ആ, എന്തൊക്കെയാ രാമേട്ട പത്രത്തിൽ വിശേഷം? വല്ല വെട്ടിക്കൊലയോ കൊലപാതകമൊക്കെ നടന്നോ? അതിനെങ്ങനെയാ നീ ഇവിടെ നിൽക്കില്ലേ? അയാൾ എന്ത് മനുഷ്യനാ? ആരാടി? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ വീട്ടുടമസ്ഥൻ. നീ സുന്ദരി ആയതുകൊണ്ടല്ലേ അയാൾ എപ്പോഴും നിന്നെ നോക്കുന്നത്. സാരമില്ല, കാര്യം പറയുമ്പോ നിന്റെ ഒരു തമാശ. അയാളുടെ നോട്ടം നിർത്താൻ എന്താണ് ഒരു വഴി? ആ, അതിന് വഴിയുണ്ട്. എന്ത് വഴി? നീ അങ്ങോട്ട് നോക്കാതിരുന്നാ മതി. പോടി കള്ളി, ഞാൻ പോവാ. നീ എന്റെ വീട്ടിൽ വരുന്നോ? എങ്ക അമ്മാവക്ക് ഉന്നെ പാക്കണമാ. പിന്നൊരിക്കൽ. ശരി, ബൈ ബൈ. ഞാൻ വിളിക്കും. എന്നാ ഞാൻ ഇന്ന് അവളെ ഞാൻ വിളിക്കും, അത് ഉറപ്പാ. പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ, ഞാൻ വിളിക്കും. പടക്കുതിര, എന്റെ അപ്പനെ പോയി വിളിക്കണോ വല്യപ്പ? എല്ലാവരും കഴിഞ്ഞല്ലോ, ഞാനിന്ന് പോവാ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം. നിൽക്ക് ശ്രീദേവി. എന്നാച്ച്? ഓ, നിന്റെ അത് വിട്. ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു തൊലയ്ക്കരുത് തന്നെ. തമാശകളാ, ബി സീരിയസ്. എന്താടി? അയാളുടെ നോട്ടം ഒന്ന് നിർത്തണമല്ലോ. അതാക്കുമേ നാ ഇതുക്ക് മുന്നാടി ഉങ്കിட்ட ഇതേ പറ്റി சொன்னேனோ? ചിപ്പൊടി. അത് മോശമായി. ഒരു മോശമില്ല, നീ ഇവിടെ നിൽക്കി. ഞാൻ അയാൾക്ക് ഒരു ഡോസ് കൊടുത്തിട്ട് വരാം. നീന, എക്സ്ക്യൂസ് മീ ജെന്റിൽമാൻ. എപ്പോഴും സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് നോക്കുകുത്തി പോലെ നോക്കി നിൽക്കുന്ന പരമ ബോറാണ്. അത് മാന്യന്മാർക്ക് ചേർന്നതല്ല. ഒരു തവണ ചെരുപ്പ് കണ്ടതല്ലേ ഉള്ളൂ. ഇനി ബാക്കി ഞാൻ പറയുന്നില്ല. വാടി. നീന പാടുന്നില്ലെന്ന് തോന്നുന്നു. നീന പാടി മുരളി പാടുന്നുണ്ട് കേട്ടോ. നിനക്ക് എന്ത് പറ്റി നീന? എന്തോ മനസ്സിനൊരു സുഖം തോന്നുന്നില്ല. കഴിഞ്ഞ കൊല്ലത്തെ കോളേജിലേക്ക് നിന്റെ പോപ്പ് മ്യൂസിക്കും മുരളിയുടെ പാട്ടും കൂടി ചേർന്നപ്പോൾ ഗംഭീരമായിരുന്നു അല്ലേ? ഇത്തവണ നീ എന്തേ ഒഴിഞ്ഞു മാറിയത്? എല്ലാം ഒരു സ്വപ്നം പോലെ. ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നത്? ലതയുടെയും പത്മിനിയുടെയും ഡാൻസ് ഡ്രസ് ക്ലാസ് റൂമിൽ നടക്കുന്നുണ്ട്. കുറച്ചു നേരം അവിടെ പോയിരിക്കാം. എന്താ നീന? ഞാനില്ല, നിങ്ങൾ പോയിക്കോളൂ. ശ്രീദേവ് വരുന്നുണ്ടോ? വരൂ നീന, അല്പസമയം ബോറടി മാറ്റാം. എന്താ? ശ്രീദേവ് വേണേ പോയിക്കോളൂ. ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ. എന്നാ നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് വേഗം വരാം.
present to you for the first time a new singer, Murali Menon. ഗാനമേ ഉണരൂ ദുഃഖരാഗമേ ഉണരൂ ഗാനമേ ഉണരൂ ദുഃഖരാഗമേ ഉണരൂ മോഹമുറിവുകൾ സ്വരങ്ങൾ തൂവും പ്രാണമുരളികയിൽ ഗാനമേ ഉണരൂ ദുഃഖരാഗമേ ഉണരൂ ഭംഗികൾ കാണുന്നു ഞാൻ ഭൂപാളരാഗത്തിൽ കൂടി പ്രഭാത ഭംഗികൾ കാണുന്നു ഞാൻ ഭൂപാളരാഗത്തിൽ കൂടി വസന്തമേളയിൽ മുങ്ങുന്നു ഞാൻ മലർമാരുതനെ പുൽകി എനിക്കു നിറങ്ങളെന്നും വരത്തിൻ ഭാവഭേദങ്ങൾ ഗാനമേ ഉണരൂ ദുഃഖരാഗമേ ഉണരൂ മോഹമുറിവുകൾ സ്വരങ്ങൾ തൂവും പ്രാണമുരളികയിൽ ഗാനമേ ഉണരൂ ദുഃഖരാഗമേ ഉണരൂ നിരാശയെന്തെന്നറിയുന്നു ഞാൻ നിശയിൽ പകലിനെ നോക്കി നിരാശയെന്തെന്നറിയുന്നു ഞാൻ നിശയിൽ പകലിനെ നോക്കി നിർവൃതി തൻ കഥ തിരയുന്നു ഞാൻ നിത്യവും അവൾ തൻ വഴിയിൽ പതിയെ പതിയെ കേൾക്കാം അവൾ തൻ പാദതാളങ്ങൾ ഗാനമേ ഉണരൂ ദുഃഖരാഗമേ ഉണരൂ മോഹമുറിവുകൾ സ്വരങ്ങൾ തൂവും പ്രാണമുരളികയിൽ
താങ്ക് യു താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്, പാട്ട് നന്നായിരുന്നു. താങ്ക് യു. ഈ ഗാനം മൗനരാഗം എന്ന പേരിൽ മുരളി തന്നെ കഴിഞ്ഞ ലക്കം തരംഗിണിയിൽ പബ്ലിഷ് ചെയ്തിരുന്നു അല്ലേ? അതെ, പാട്ട് ഗംഭീരമായിരുന്നു അല്ലേടോ? നീന മുരളിയുടെ ഒരു ആരാധ്യ കൂടിയാണ്. മുരളി, പാട്ട് ഗംഭീരായിരുന്നു കേട്ടോ. താങ്ക് യു. ശരി, പോട്ടെ. പ്രതികവിയും ചിത്രകാരനും ഗായകനും സർവോപരി കാമുകനുമാകുന്നു. ആമേൻ. വട വാടി. നാടകം കഴിഞ്ഞിട്ട് പോയാ പോരെ പെങ്ങളെ? ഹായ് ഡാഡി. മോളുടെ പ്രോഗ്രാം കഴിഞ്ഞു. കഴിഞ്ഞു. ഡാഡി എന്താ വൈകിയത്? നിന്റെ മമ്മിയുടെ മേക്കപ്പ് ചെയ്യാൻ തന്നെ 1.5 മണിക്കൂർ എടുത്തു. കുട്ടികൾ അടുത്തിരിക്കുന്നു കേട്ടോ, അല്ലെങ്കിൽ ഞാൻ വല്ലതൊക്കെ പറഞ്ഞു. എന്താ മമ്മി ഇങ്ങനെ? ഞാനും ശ്രീദേവി ഓഡിറ്റോറിയത്തിന് മുന്നിൽ എത്ര സമയം കാത്തുന്നത്? നിന്റെ ഡാഡിയാ കണ്ണാടിക്ക് മുമ്പിൽ തലമുടി ഉറപ്പിക്കാൻ 1.5 മണിക്കൂർ നിന്നത്. വാമോളെ പോകാം. ശ്രീദേവി വരുന്നില്ലേ? അമ്മയും ചേട്ടനും വന്നിട്ടുണ്ട്. ഞങ്ങൾ നാടകം തീർന്നിട്ടേ വരുന്നുള്ളൂ. വാ മോളെ, പോ. ഗുഡ് നൈറ്റ്. മുരളി. ഏത് മുരളി? ഞങ്ങളുടെ കോളേജിലെ സിംഗറാ. സ്കൂട്ടർ കേടുവന്ന് കാണും. എന്ത് പറ്റി മിസ്റ്റർ മുരളി? പെട്രോൾ തീർന്നു പോയി. രാവിലെ ഫുൾ ടാങ്ക് അടിച്ചതാണ്. ഓഹോ. ഡാഡിയാണ്. ഹലോ ഹലോ. വല്യപ്പനും കൂട്ടരും ഊറ്റിയെടുത്ത് കാണും. ശരിയാണ്. മുരളി വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. സ്കൂട്ടർ ഈ വീട്ടിലെങ്ങാനും ഏൽപ്പിക്കാം. വേണ്ട സാർ, ഞാൻ നടന്നു പോക്കോളാം. അത് പറ്റില്ല, മുരളി വരൂ. മുരളി പാട്ടുകാരൻ മാത്രമല്ല ഡാഡി, നന്നായി ചിത്രം വരയ്ക്കും, കവിതയും എഴുതും. എവിടെയാ വീട്? തൃപ്രയാറാണെന്നാ തോന്നുന്നത്. വെരി നൈസ് ബോയ്. വെച്ചോളൂ. വരൂ. വളരെ നല്ലൊരു ആലോചനയാണ് ദേവകി. അയാളുടെ അച്ഛൻ എന്റെ പഴയ ഒരു സ്നേഹിതൻ കൂടിയാണ്. നിങ്ങൾ പറയാറുള്ള ബാലമനാണോ? ആ, അത് തന്നെ. വലിയ സ്വത്തുകാരനാണ്, ഒരുപാട് ബിസിനസ്സുമുണ്ട്. നോട്ട് ഓൺലി ദാറ്റ്, എന്നെ ആകർഷിച്ചത് മേനോന്റെ സ്വഭാവമാണ്. ഇതാ കൂത്ത്. നമുക്ക് വേണ്ടത് ചെറുക്കന്റെ സ്വഭാവമല്ലേ? അച്ഛന്റെ സ്വഭാവം നന്നായിട്ട് നമുക്ക് എന്താ കാര്യം? നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. കഴുത ചെവിയിൽ കല്യാണി രാഗം വായിച്ചിട്ട് എന്താ, അല്ലേ ദേവകി? ഓ അതേ ദേവകി. ആ, വാ മോളെ. രാവിലെ തന്നെ തുടങ്ങി മമ്മിയും ഡാഡിയും ഉടക്ക്. ഉടക്കിയതല്ല മോളെ, നിനക്ക് നല്ലൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഡാഡിക്കും നിന്റെ മമ്മിക്കും അത് ഇഷ്ടപ്പെട്ടു. നീ എന്ത് പറയുന്നു? വാട്ട് യു സേ? ഡിഗ്രി എടുത്തിട്ട് മതി ഡാഡി മാരേജ്. എപ്പോഴല്ലേ ഇതൊക്കെ വേണ്ടേ മോളെ? ഈ മമ്മി പറഞ്ഞേ ശരിയാ മോളെ. ആണും പെണ്ണുമായിട്ട് ഞങ്ങൾക്ക് നീ ഒന്നല്ലേ ഉള്ളൂ. നീ നല്ല നിലയിൽ കഴിയുന്നത് കാണാൻ. സമയം വൈകി. ശ്രീദേവി കാത്തുനിന്ന് വിഷമിച്ചു കാണും. ഞാൻ പോണു ഡാഡി. മമ്മി മോളെ, വൈകുന്നേരം വരുമ്പോൾ നിന്റെ അഭിപ്രായം ഡാഡിയോട് പറയണം കേട്ടോ. കവി തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നുണ്ടല്ലോ, സ്വതന്ത്രനായിട്ടാ. രഘു നോമിനേഷൻ പിൻവലിച്ച് അവരെ സഹായിക്കുക. അവൻ NISU. എന്റെ എസ്സെങ്കിലും ആയിട്ടടാ. അവന്റെ ആള് വരുന്നു.
അവളെ പിടിച്ച പെൺകുട്ടികളുടെ വോട്ട് മുഴുവൻ കിട്ടും. അവളെ പിടിക്കുന്ന കാര്യം ഞാനേ. ആ ഇലക്ഷൻ തീരുമ്പോഴേക്കും നിന്റെ സുന്ദരമായ ഷേപ്പ് മാറി കിട്ടും. എടാ നീ പോയി നിന്റെ അച്ഛന്റെ ബെൻസ് വണ്ടി കൊണ്ടുവന്നേ. അവള് പൂ പോലെ അതിനകത്ത് വരും. അങ്ങനെ നമ്മുടെ സ്ഥാനാർത്ഥി ശങ്കരന് നിങ്ങൾ ഓരോ വോട്ടുകളും ചെയ്ത് വിജയിപ്പിക്കുക. വിദ്യാർത്ഥിക്കും മതി എല്ലാം കോളേജ് പഠിക്കല്. ഇതെന്താ ഇത് പൂത്താത്? ഇതെന്റെ കടയാണ്. പഞ്ചായത്ത് റോഡാണെന്ന് ഞാൻ ഞാനൊന്നും പറഞ്ഞ റോഡ് കൊടുത്ത് ഇറങ്ങിയ ഔ നീ സ്റ്റോറി വായിച്ചോ? ഇല്ല. ഹായ് ശോഭ. നീന നീന അറിഞ്ഞു കാണുമല്ലോ, ക്യാപ്റ്റൻ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നുണ്ട്. അതിന് ഞാനെന്ത് വേണം? നീന കുറച്ച് വോട്ട് ക്യാൻവാസ് ചെയ്ത് തരണം. വേറെ ആളെ നോക്കല്ലേ ഭേദം. മടി കൊണ്ട് ഭയങ്കര ശല്യായി പോയല്ലോ. നീ വാ. ഇവരുടെ ഒരു പണി ആ ഭാഗത്താന്നുണ്ട് വോട്ടിന്റെ പരിപാടി. നമ്മുടെ മുരളി ഇലക്ഷൻ നിൽക്കുന്നു. അറിഞ്ഞു. ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. വേണ്ട. അല്ല ശ്രീദേവി ഒന്നും മിണ്ടാത്തത്? താനത് ശങ്കരുടെ പാർട്ടി മറ്റാണ്. അതേടാ, അവള് നിങ്ങളുടെ പാർട്ടി തന്നെയാ. നീ വല്ലതും വാങ്ങും എന്റെ. എനിക്കിത് കേൾക്കുമ്പോഴേ തരിച്ചു തിരിച്ചു വരണം. നീ പോടാ. ഞാൻ പോകണമെന്ന് ഞാൻ വെറുതെ പറഞ്ഞത്. അങ്ങനെ അവര് ശ്രീദേവി, നീ എന്തിനാ വെറുതെ വഴക്കിന് പോകുന്നത്? അല്ലേ പിന്നെ എന്തായാലേ പോഷക വന്നിട്ട് ഒരാഴ്ചയായി. നീ കാശ് മൂന്നും കള്ളും കഞ്ചാവും കുടിച്ച് തീർത്തോടാ. അവിടെ രണ്ട് പെൺകുട്ടികളെ നല്ല കുട്ടികളാണ് ലേശം പശ തയ്ക്കടാ. നീ വന്ന് തയ്ക്കാൻ പറ്റും. ഉണ്ടാതിരിക്കടാ. നീ ഒട്ടിക്ക് ഗോപി. ആരാടാ ഇവിടെ പോസ്റ്റ് ഒട്ടിക്കാൻ പറഞ്ഞത്? നീ അങ്ങോട്ട് പിക്കുള്ളൂ. എടാ നിന്നോടാ ചോദിച്ചത്. എന്നോടാ? ആ ഓഹോ, കളിയാക്ക. അല്ല എന്താ കളിയാക്കിയാല്? വലിച്ചു കീറുകളടാ. എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? ബുക്ക് ചെയ്താൽ മതി. ബുക്ക് ചെയ്യാൻ നിന്റെ തന്നേരെ മതി. കണ്ണു കാണാൻ വയ്യടാ. അവരെന്റെ കണ്ണാട ഊരി എടുത്ത് ഞാൻ എന്താ ചെയ്യാ? പൊട്ടിപ്പോയി പൊട്ടിപ്പോയി ഭയങ്കര ചിങ്കരിയും പൊട്ടിപ്പോയി. ഞാൻ കരുതിയില്ലേ ഡാഡി മുരളി ജയിക്കുമെന്ന്. പ്രതീക്ഷിച്ച പോലെ എപ്പോഴും നടക്കാറില്ലല്ലോ. വാട്ട്സ് ദ മാറ്റർ? കോളേജ് ഇലക്ഷനിൽ ഞങ്ങളുടെ പാർട്ടി ജയിച്ചു. ഓ അതാണോ? ഇവിടെ തെരഞ്ഞെടുപ്പല്ലേ ദേവകി പ്രശ്നം. നീ കരുതിയോ അത് പട്ടാള ലൈഫാണെന്ന്? എന്ത് കാര്യം പറഞ്ഞാലും ഒരു പോലീസും പട്ടാളവും എന്ത് രസമായിരുന്നു. എന്ത് പ്രൊസഷൻ? ഐ സീ. ഹു ഈസ് ദാറ്റ് ഗായ്? ഡാഡി അന്ന് നമ്മൾ ലിഫ്റ്റ് കൊടുത്തില്ലേ മുരളി? ഓ അയാളാണോ? വമ്പിച്ച ഭൂരിപക്ഷമാണ്. നീ കാണിക്കുന്ന പരാക്രമം കണ്ടാൽ തോന്നും നീ ആ ജയിച്ചതെന്ന്. ഊണ് കഴിക്കേ. സംശയിക്കണ്ട. ആ
ശകുന്തള തനിച്ചാണല്ലോ. ഇന്ന് തോഴി എവിടെ പോയി? കണ്ണുവാശ്രമത്തിൽ. ഹലോ നീന, വരൂ. ഒന്ന് പോടാ. ഏയ്, നീ എനിക്കിത്തിരി മഷി തന്നെ. ഞാൻ ഇതുപോലെയൊക്കെ വരയ്ക്കാം. അവന്റെ ഒരു ആർട്ട്. നിനക്ക് ഇത് വല്ലതും മനസ്സിലായി? പിന്നെ ഇനി വാ. ഇത് ബെൻസ് കാറിന്റെ കണ്ടൻസർ. ഫൈൻ. അപ്പൊ നിനക്ക് വിവരമുണ്ട്. 5-6 കൊല്ലമായി ഇവിടെ തന്നെയല്ലേ? 5-6 കൊല്ലമല്ല, 10 കൊല്ലം. 10 കൊല്ലം. ഞങ്ങൾക്ക് ഈ പെയിന്റിങ്സ് എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നൂടെ? പിന്നെന്താ? പാവാടിയും ബ്ലൗസ് എടുത്തു വന്നാൽ നമുക്കും പറഞ്ഞു തന്നെ. എനിക്കെന്താണ് ഇവിടെ കാര്യം? നമുക്ക് ഈ സ്വർഗത്തിലെ കട്ടും പാവം. വാ ക്യാപ്റ്റൻ. വെക്കടാവിടെ. അവന്റെ കണ്ണാടയിലേക്ക് നോക്കണേ. പൂവാടോ ചേട്ടോ. മതി മതി. ഈ പെയിന്റിംഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എക്സിബിഷൻ കഴിഞ്ഞാൽ ഈ ചിത്രങ്ങളൊക്കെ എന്ത് ചെയ്യും? എന്താ? ഈ ചിത്രം എനിക്ക് തരാമോ? വിലക്ക് വാങ്ങാനാണോ? വില തന്നാലേ തരൂ. എന്ത് വില തരണം? ചിത്രത്തിന്റെ മനുഷ്യന് വിലമതിക്കാനാവില്ല, അല്ലേ മുരളി? ജയശ്രീ പറഞ്ഞാണ് ശരി. ആ നിലയ്ക്ക് എന്റെ ചിത്രങ്ങളുടെ വില നിശ്ചയിക്കുന്നത് എന്നെ വിലക്ക് ചോദിക്കുന്നതിന് തുല്യമാണ്. എനിക്ക് ചിത്രം മാത്രം മതി. അപ്പോൾ ഞാനോ? ചിത്രത്തിൽ തന്നെ മുരളി ഉണ്ടല്ലോ. ശരി, എക്സിബിഷൻ കഴിഞ്ഞാൽ ഞാൻ ചിത്രം തരാം. ശരി, നിങ്ങൾ പോട്ടെ. കരീമേ, ദാ വരണു നിന്റെ ദീനരോധനം ശോശാമ്മ. ഒന്ന് നിർത്തറ. ഒരു നാനരാമേട്ട. കുങ്കുമം പോടോ, തന്റെ ഒരു കുങ്കുമം. ഇതിലെ പൊക്കോളൂ. എന്നെന്താ ദീനരോധനം? പോടോ വല്യപ്പാ. നിങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യം എന്താ പിള്ളേരെ? അതിന് ഞാൻ ആ പഴയ തെറി തന്നെ പറഞ്ഞിട്ടുള്ളൂ. ചെയർമാൻ സ്ഥാനം എഴുത്തിനെ ബാധിക്കില്ലല്ലോ? ഇല്ല. എന്നാൽ നന്ന്. നീന ആവശ്യപ്പെട്ട പെയിന്റിംഗ്. ഇനി ഒരു ചിത്രം കൂടി തരാം. എനിക്ക് അക്കാദമി അവാർഡ് കിട്ടിയ ഡെത്ത്, മരണം. നാളെ കൊണ്ടുവരാം. എന്താ, മരണമെന്ന് കേട്ടപ്പോ പേടിച്ചു പോയോ? മരണത്തിന് എനിക്ക് പേടിയില്ല. നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരല്ലേ? ആണ്. ഒരു മരണം ഒരു ജനനത്തിന് വഴി മാറി കൊടുക്കുന്നു, അല്ലേ? ശരി, പോട്ടെ. മോളെ, മുരളി ഒരു ദിവസം ലഞ്ചിന് ക്ഷണിക്കും. കുറച്ചു നേരം വല്ലതും സംസാരിച്ചിരിക്കാമല്ലോ. തന്നെയുമല്ല, മുരളിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുമുണ്ട്. പരിചയപ്പെടുത്തിയപ്പോഴേക്കും ഡാഡി കയറി ഹെഡ് ചെയ്യാൻ തുടങ്ങിയോ? എന്ത് കാര്യം ഡാഡി? മുത്തച്ഛന്റെ പോർട്രേറ്റ് ഒന്ന് വരപ്പിക്കണം. ഡാഡിയുടെ ഐഡിയ കൊള്ളാം. വളരെയധികം ഡെപ്ത് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് മിസ്റ്റർ മുരളി. ഫോർ എക്സാമ്പിൾ, നിനക്ക് പ്രസന്റ് തന്ന ആ പെയിന്റിംഗ് കണ്ടോ? എന്ത് ഡെപ്ത് ആണ് അതിന്. എനിക്കൊരു കുന്തവും മനസ്സിലാകുന്നില്ല അത് കണ്ടിട്ട്. എന്റെ ദേവകി, നീ ഇപ്പോഴെങ്കിലും ഒരു നേര് പറഞ്ഞില്ല. ഓ, അല്ലെങ്കിൽ തന്നെ മമ്മിക്ക് എന്തൊരു ഗ്രാഹ്യമാണെന്നോ പെയിന്റിങ്സിനെ പറ്റി. ഓ മതി മതി, അച്ഛൻ മോൾ അങ്ങോട്ട് ഗ്രഹിച്ചോണ്ടിരുന്നോ. ആ ഡാഡി, മുരളിക്ക് അക്കാദമി അവാർഡ് കിട്ടിയ ദി ഡെത്ത് എന്ന ചിത്രം കൂടി എനിക്കിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഡാഡി, ഡാഡിക്കിന്ന് പ്രോഗ്രാം ഒന്നുമില്ലല്ലോ? എന്താ മോളെ? ഞാൻ ഇന്ന് കാറ് കൊണ്ടുപോട്ടെ? എന്റെ മോള് ബസ്സിൽ പോയാ മതി. ഈ വെളിത്തരത്തിനെ കാറ് പറ്റിയതല്ല. ഈ മമ്മിക്ക് എന്താ? കണ്ടോ ഡാഡി? മോളെ ഡ്രൈവ് ചെയ്യണ്ട, ഗോപാലിനെ വിളിച്ചോളൂ. താങ്ക് യു ഡാഡി. ആ താക്കോൽ കാറിലുണ്ട്. എന്താ സംഭവിച്ചത്? വല്ല ആക്സിഡന്റ് ആണോ? അതെ, ഒരു കോളേജ് കുട്ടിയാ. ആളപ്പ തന്നെ ക്ലോസായി. വരൂ ശ്രീദേവി. ഒന്ന് മാറിയിക്കടാ.
പോലില്ല മോളെ? തീരെ സുഖമില്ല. എന്താ മോളെ? വല്ലാത്ത തലവേദന. സുഖമില്ലെങ്കിൽ അവളെ ശല്യം ചെയ്യണ്ട. മോളെ ടേക്ക് റെസ്റ്റ്. ആ നീ ഇങ്ങ് വാ. വിഷാദകന്യക. അയ്യോ, ഇങ്ങനെ ഒരു നസ്രാണി. എടാ മാനുഷാദാ, കൊല്ലരുത് മനുഷ്യ. നീന. പേര് നമുക്കൊന്ന് മാറ്റിക്കളഞ്ഞാലോ? ദീന. എന്താ കൊള്ളാം. ആരാ പറഞ്ഞേ ഇവന് കിട്ടണില്ല? ഒന്നിറങ്ങി പോടാ പിള്ളേരെ, കുറെ നേരമല്ലത്. ഒന്ന് നിർത്തടാ ഫ്രെഡി. ഓ, നീ ഒരു പുണ്യാണ്. നോനോ, ഇത്തരം രസങ്ങളൊന്നും ഐ ഡോണ്ട് ലൈക്ക്. എന്നാ നീ പോയി അവളെ കെട്ടടാ. കെട്ടും. ക്യാപ്റ്റൻ പിണങ്ങിന്ന് തോന്നണേ. പിണങ്ങെങ്കി പോട്ടടാ, നമുക്കെന്താ? ഓക്കെ, അതിനെന്താ, ഒരു പ്രശ്നവുമില്ല. പ്ലീസ് വിസിറ്റ്. താങ്ക് യു. ശരി, നമുക്ക് നാളെ നേരിൽ സംസാരിക്കാം. ഓക്കെ. നീനയുടെ യെസ്, യു ആർ കറക്റ്റ്. ഞാൻ നീനയുടെ അച്ഛൻ തന്നെ. എക്സ്ക്യൂസ് മീ, മേ ഐ നോ? ഐ എം ശങ്കർ. എന്റെ അച്ഛൻ മൂന്നാറിലെ റബ്ബർ പ്ലാന്റേഷൻ ഇല്ലേ, അതിന്റെ മിസ്റ്റർ ബാലമേനന്റെ മകനാണോ? യെസ് സർ. ഓ മൈ ഗോഡ്. നീനെ ഇങ്ങ് വരൂ, മമ്മിയെ വിളിക്കും. മമ്മി. ഞാനന്ന് സിയാൽക്കോട്ടെന്ന് ലീവിന് വന്നപ്പോഴാണ് ആദ്യമായി ശങ്കരെ കാണുന്നത്. അന്ന് യു ആർ എ ബ്ലഡി വെരി യങ് ലിറ്റിൽ ബോയ്. ഒരു കൊച്ചുകുട്ടിയായിരുന്നു. വാട്ട് എ ചേഞ്ച്. ഒരു തികഞ്ഞ പുരുഷനായില്ലേ ഇപ്പോൾ. എന്റെ മോള. അറിയാം, എന്റെ കോളേജിലാ. ഐ സി. ഇവളാണ് എന്റെ സ്വത്ത്. മോൾക്ക് പരിചയം കാണുമല്ലോ. എനിക്കറിയാം ഡാഡി. ഡാഡി, ഞാനിതാ വരുന്നേ. നീന, ഉം. മമ്മിയോട് വരാൻ പറ. ആ. എന്റെ മിസ്സി വിളിച്ചിട്ട് അല്പം കഴിഞ്ഞാലേ വരൂ. അവൾ അങ്ങനെയാ, ട്യൂബ് ലൈറ്റ് പോലെയാ. സ്വിച്ച് ഇട്ട് അല്പം കഴിഞ്ഞാലേ കത്തു. ആ ദേവകി, നമ്മുടെ ബാലമേനന്റെ മകൻ മിസ്റ്റർ ശങ്കർ. എന്റെ ഇനി പറയണ്ടല്ലോ. വേണ്ട വേണ്ട. നീന. ആ പിന്നെ ശങ്കരന്റെ ഈ വിസിറ്റിന്റെ പിന്നിൽ ഉണ്ട്. എനിക്ക് നീനയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നീനയുടെ അഭിപ്രായം എനിക്കറിയില്ല. മേനോ സാറിന്റെ അഭിപ്രായം? വെരി ഗുഡ്. അവൾക്കെതിരെ അഭിപ്രായമൊന്നും ഉണ്ടായില്ല. ഷീസ് മൈ ഡോട്ടർ. ശങ്കറിനൊരു തമാശ കേൾക്കും. ഈ ആലോചന ഞങ്ങൾ കാരണവന്മാർ തമ്മിൽ നടന്നു കഴിഞ്ഞതാ. യു നോ, വി ആർ ഗുഡ് ഓൾഡ് ഫ്രണ്ട്സ്. കുടിക്കൂ. പണ്ടാരോ പറഞ്ഞതുപോലെ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല്. ഓക്കെ, വരട്ടെ. നീന എവിടെ? കല്യാണക്കാര്യം പറഞ്ഞപ്പോ അവൾക്ക് നാണം വന്ന് കാണും. വരട്ടെ. നീനയുടെ വരൂ. ഇവിടെ വന്നിരുന്നുള്ളൂ. ഞാനിവിടെ നിന്നോളാം. രാത്രി മുഴുവൻ നിന്നുറങ്ങാനാണോ ഭാവം? അല്ല. എന്നാൽ ഇവിടെ നിന്നിരിക്കൂ. നീന, കൂട്ടുകാരോട് വെല്ലുവിളിച്ചത് കൊണ്ടൊന്നുമല്ല നിന്നെ ഞാൻ വിവാഹം കഴിച്ചത്. സത്യത്തിൽ നീ പോലും അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. പിന്നെ
ഞാനിനി ഏതായാലും പഠിക്കുന്നില്ല. ബിസിനസ് കാര്യങ്ങൾ അച്ഛനെ സഹായിക്കാൻ തീരുമാനിച്ചു. അച്ഛനും അതാണ് ഇഷ്ടം. നിന്റെ പഠിപ്പിന്റെ സൗകര്യത്തിന് വേണ്ടി അച്ഛൻ തന്നെ കോളേജിനടുത്ത് ഒരു വീട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ താമസിച്ച് പഠിക്കാം. നിനക്ക് കൂട്ടിന് അമ്മായി ഉണ്ടായിരിക്കും. അവിവാഹിതയും ഭർത്തയുമാണ്, നിരുദ്രവിയാണ്. പൂജയും കാര്യങ്ങളുമായി കൂടിക്കൊള്ളു. ആ, ഞാൻ വീക്കെൻഡിൽ വരാൻ നോക്കാം. നീ എന്താ ഒന്നും പറയാതിരിക്കുന്നത്? ഞാൻ എന്ത് പറയാനാ, എല്ലാം അങ്ങയുടെ ഇഷ്ടം. എന്താ വിളിച്ചേ? അങ്ങനെ എന്നെ എങ്ങനെ വിളിക്കുന്നത്? നമ്മുടെ ആ പഴയ ശങ്കർ വിളി ഉണ്ടല്ലോ, അതാണ് എനിക്കിഷ്ടം. ഹലോ ശങ്കർ. ഹലോ നീന, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല, പ്രോഗ്രാം കാണാൻ ഒരു സുഖം തോന്നിയില്ല. നീന, ഹായ്. അല്ല, ഇന്ന് ശ്രീദേവി എവിടെ? ഓഡിറ്റോറിയത്തിലേക്ക് പോയി. വാ നീന, നമുക്ക് പ്രോഗ്രാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശങ്കർ പ്ലീസ്, വേണ്ടെന്നേ, നമുക്ക് തിരിച്ചു പോവാം. അപ്പൊ ശ്രീദേവി? അവൾ ഫ്രണ്ട്സിന്റെ കൂടെ വരും. എന്നാ വക്കേറ്. അമ്മായി ഞങ്ങളെ കാത്ത് നിൽക്കുക. പിന്നെ അല്ലാണ്ട് ഈ നേരത്ത് ഇവിടെ ആരെ കാത്തിരിക്കാനാ? ടോമെ കാണാനാവും. ഈ നേരത്തെ വായിരിക്കുന്നൊന്നും കേൾക്കരുത് പറഞ്ഞേക്കാ. തമാശ പറഞ്ഞല്ലേ എന്റെ പൊന്നമ്മായി. ആ, അമ്മായിയുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞോ? കലാപരിപാടിയോ? ആ, ഈ പൂജയും നാമവും ഒക്കെ. ഷോ, ശങ്കരൻകുട്ടി പറഞ്ഞപ്പോഴാ അക്കാര്യം ഓർത്തത്. ഞാൻ എന്റെ നാമം ജപം പാതി നിർത്തിയിരിക്കുകയായിരുന്നു. ആ, നിങ്ങൾ അകത്ത് നിന്ന് എന്തെങ്കിലും കഴിച്ചാട്ടെ, ഞാൻ നാമം ജപിച്ചിട്ട് വരാം. രക്ഷപ്പെട്ടു. വാ, അതേക്ക് പോവാം. ഒന്ന് നേരെ നിൽക്കുന്നേ. ശങ്കരൻകുട്ടിയെ, എന്താ അമ്മായി? മോൻ എങ്ങോട്ടേക്കാ? മൂന്നാറിലേക്കല്ലേ പോകുന്നത്? അതെ. അവിടെ എന്തോ കിട്ടും? തേയില കിട്ടും. തേയിലയോ? ശങ്കരൻകുട്ടിയെ, ഓ, നീ തിരിച്ചു വരുമ്പോ അമ്മായിക്ക് നല്ല ഒരു വിഷ്ണുവിന്റെ വിഗ്രഹം കൊണ്ടുവരുമോ? ആ, കൊണ്ടുവരാം. എന്റെ നീനെ ഒന്ന് നിർത്തിയേ, ഇതൊക്കെ മതി. മോനെ, മറക്കാതെ കൊണ്ടുവരണേ. ഒരു കൊച്ചു വിഗ്രഹം മതി, അമ്മായിയുടെ പൂജാമുറിയിൽ വെക്കാനാ. വിഷ്ണുവിന്റെ കാര്യം ഞാൻ ഏറ്റു. ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞാൽ ശങ്കരൻകുട്ടിയാ, കണ്ടോടി. ഇപ്പൊ തന്നെ പൂജാമുറി ഹൗസ്ഫുള്ളാ, ഇനി വിഷ്ണുവും കൂടി വന്നാൽ. നീ മിണ്ടാതിരുന്നോ, അതാ നല്ലത്. ആ, ഇവളോട് ഗീതാ ഗോവിന്ദം വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നോന്ന് ചോദിക്കാൻ അമ്മായി. നീനെ, എന്താ? നീ ഗീതാ ഗോവിന്ദം വാങ്ങി കൊടുത്തില്ല? ഇല്ല. മേലാൽ ഇത് ആവർത്തിക്കരുത്, പറഞ്ഞേക്കാം. അമ്മായി പറയുന്ന അനുസരിച്ച് നടന്നോളൂ. ശരി. ലാസ്റ്റ് വാണിംഗ്. ആ, പോട്ട് മോനെ, കൊച്ചു കുട്ടിയല്ലേ. അല്ലമ്മായി, അവള് മര്യാദ പഠിക്കണം. നീ അപ്പുറത്ത് പൊടി നോക്കെ, രാഹുകാലത്തിന് മുമ്പ് പുറപ്പെടണം, സമയമായി. ആ, പുറപ്പെടു.
തൊഴു കഴിക്കുമ്പോഴാ കണ്ടത്. ഭഗവാനെ തൊഴുമ്പം സംസാരിക്കാൻ പാടുണ്ടോ? പാടില്ല. അല്ല, ഇതാരീ സുന്ദരിക്കോഴ? സീതയുടെ അനിയത്തി? അതെ ആന്റി. മോളുടെ പേരെന്താ? ലക്ഷ്മി. മിടുക്കി, കൊച്ചുലക്ഷ്മി തന്നെയാ. ആന്റി അമ്പലത്തിലേക്ക് വരുമ്പോ ഇടയ്ക്കൊന്ന് നീനെ കൂടി വിളിച്ചുകൂടെ? നല്ല ചോദ്യം. അവക്ക് ഇതിനൊക്കെ സമയമുണ്ടോ? എപ്പ നോക്കിയാലും പാട്ടും കൂത്തും തന്നെയാ. വല്ല കീർത്തനവും ഭജനവും ഒറ്റ വെച്ചാ കേൾക്കാനെങ്കിലും ഒരു രസമുണ്ട്. അല്ല ആന്റി, എന്നാ ഏകാദശി? അവളൊരു ഏകാദശി. എനിക്ക് എന്നാ ഏകാദശി തന്നെയാ. അമ്മായി അമ്പലത്തിൽ അല്ല, പള്ളിന്ന്. എന്താ അമ്മായി ഇങ്ങനെ? അവന്റെ ഒരു അമ്മായി. ആരാ എന്റെ അമ്മായി? അവന്റെ ഒരു അമ്മായി. അമ്മായി എന്റെ വായിന്നൊന്നും കേക്കരുതാ. സാരമില്ല ആന്റി, നമ്മുടെ തോമയല്ലേ. നീ ഒന്നും ഉണ്ടായിരിക്കും. പിള്ളേരായാലും അടക്കം ഒതുക്കൊക്കെ വേണം. അവന്റെ ഒരു അമ്മായി വന്നിരിക്കുന്ന അമ്മായി. ഒരു അമ്മായി. തോമ മാർക്കറ്റിൽ നിന്ന്? അതെ. തോമ പൊയ്ക്കോളൂ. വാ മോളെ. ആ മുഖത്തെ ചൈതന്യം. അല്ല, മോളെവിടെ? മോളെ വാ, വാ, വാ. അവൻ തന്നെയാണോ ഇരിക്കുന്നത്? തന്നെ തന്നെ തന്നെ, സംശയമൊന്നുമില്ല. നാരായണ ഗുരുവായൂരപ്പ. നീനേ ഉദിച്ചാൽ അസ്തമിക്കുന്നത് വരെ കൊഴലൂത്ത് തന്നെയാ. എന്നാണാവോ വല്ല പാമ്പോ ചേമ്പോ വീട്ടിനകത്തോട്ട് കയറി വരികയെന്നറിയില്ല. അഥവാ വന്നാലും ആന്റിയുടെ പൂജാമുറിയിലേ വരൂ. ഗുരുവായൂരപ്പ, കലികാലം തന്നെ, സംശയമില്ല. വരൂ. നീ എന്തിനാ ആന്റി ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? തമാശയല്ലടി, നിന്റെ ഒരു തമാശ. തമാശ കളിച്ച് കളിച്ച് ആന്റി എപ്പോഴാണാവോ ഇറങ്ങി പോണോന്നറിയില്ല കേട്ടോ. ഇന്നെന്താ പ്രത്യേകിച്ച് രണ്ടാളും കൂടി അമ്പലത്തില്? ഇവളുടെ ബർത്ത്ഡേയാ. അമ്പടി കള്ളി, നീ എന്താ ചേച്ചി ക്ഷണിക്കാത്തെ? ക്ഷണിക്കാൻ സദ്യ ഉണ്ടായിട്ട് വേണ്ടേ? ലക്ഷ്മിക്ക് ഞാനെന്താ ബർത്ത്ഡേ സമ്മാനം തരണ്ടേ? അവൾ എന്താ പറയുന്നേ? നീ ഒരു പാട്ട് പാടിയാ മതിയെന്ന്. ചേച്ചിക്ക് മലയാളം പാട്ടൊന്നും അറിയില്ലല്ലോ മോളെ. നുണ പറയരുത്. നീ ഇടയ്ക്ക് പാടാറുള്ള ആ പഴയ പാട്ടില്ലേ?
സെന്റിമെന്റൽ ആയാലോ? ഈ പാട്ട് പാടാൻ ഞാൻ പറയരുതായിരുന്നു. ഏയ്, നീ ഇരിക്കെ, ഞാൻ കോഫി കൊണ്ടുവരാം. ഒന്നും വേണ്ട, ഞാൻ പോട്ടേടി. ആന്റിയോട് പറഞ്ഞേക്ക്. വാ മോളെ. പോട്ടെ ചേച്ചി. ആഹാ, ഡാഡിയോ? എന്താ ഡാഡി, കഴിഞ്ഞ സൺഡേ വരാമെന്ന് പറഞ്ഞു. ഇപ്പോഴും വരണമെന്ന് വിചാരിച്ചല്ല, ഡോക്ടർ വർക്ക് ചെയ്യുമെന്ന് കാണണമായിരുന്നു. അടുത്തല്ലേ, ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വരവ് നീ നോക്കണ്ട. ശങ്കറിനും നിനക്കും ആന്റിയും കൂട്ടി അങ്ങോട്ടൊന്ന് വരാലോ. ഡാഡിയുടെ അസുഖം? ഏയ്, അങ്ങനെ ഒരു അസുഖമൊന്നുമില്ല. ഇന്നാളൊരു സ്ലൈറ്റ് പെയിൻ അനുഭവപ്പെട്ടു. ഡാഡിയുടെ സ്വന്തം കാര്യത്തിന് ഡാഡി തന്നെ വളരെ കെയർലെസ്സാ. ഞാൻ പറഞ്ഞ നിന്റെ ഡാഡി അനുസരിക്കണ്ടേ? ആന്റി എവിടെ? പൂജാമുറി തന്നെ. ഈ സമയത്ത് വിളിച്ചാ എന്നോട് ദേഷ്യപ്പെടും. ആന്റി ഇപ്പോഴും പണി പോകാറുണ്ടോ? ആഴ്ചയിൽ ഒരു പ്രാവശ്യം. എന്താ ചോദിച്ചത്? നിന്റെ മമ്മിക്കൊരു സംശയം. ആന്റി നിന്നെ ഇട്ടേച്ച് പോയാൽ മോളുടെ സ്ഥിതി എന്താകുമെന്ന്. നിന്റെ ഡാഡി വെറുതെ പറയുന്ന മോളെ. ആ, നീ ഏതായാലും ആന്റിയെ പിണക്കണ്ട. ഞാൻ കാപ്പി കൊണ്ടുവരാം. വേണ്ട മോളെ, ഞങ്ങൾ ഇറങ്ങിയ ആന്റിയോട് പറഞ്ഞേക്കും. ശങ്കർ വരുമ്പോ ഏതായാലും ഒരുമിച്ച് വീട്ടിലേക്ക് ഒന്ന് വരും. പോട്ടെ മോളെ. ഒന്ന് പോ മമ്മി. ദേവകി. ഗാനമേ ഉണരൂ, ദുഃഖരാഗമേ ഉണരൂ. ഗാനമേ ഉണരൂ, ദുഃഖരാഗമേ ഉണരൂ. മോഹമുറിവുകൾ സ്വരങ്ങൾ തൂവും പ്രാണമുരളികളിൽ. ഗാനമേ ഉണരൂ, ദുഃഖരാഗമേ ഉണരൂ. ഭംഗികൾ കാണുന്നു ഞാൻ ഭൂപാളരാഗത്തിൽ കൂടി. പ്രഭാത ഭംഗികൾ കാണുന്നു ഞാൻ ഭൂപാളരാഗത്തിൽ കൂടി. വസന്തമേളയിൽ മുങ്ങുന്നു ഞാൻ മലർമാരുതനെ. എനിക്കു നിറങ്ങളിൽ നൊമ്പരത്തിൻ ഭാവഭേദങ്ങൾ. ഗാനമേ ഉണരൂ, ദുഃഖ
എന്നറിയുന്നു ഞാൻ നിശയിൽ പകലിനെ നോക്കി നിരാശയെന്തെന്നറിയുന്നു ഞാൻ നിശയിൽ പകലിനെ നോക്കി നിർവൃതി തൻ കഥ തിരയുന്നു ഞാൻ നിത്യവും അവൾ തൻ വഴിയിൽ പതിയെ പതിയെ കേൾക്കാം അവൾ തൻ പാദതാളങ്ങൾ. ആരാ? ഞാനാ, നീന. ഈ പാട്ട് എങ്ങനെ അറിയാം? ഈ പാട്ടോ? എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു, മുരളി. അവൻ എഴുതിയ ഗാനം ഹോസ്റ്റലിൽ എന്നെ കാണാൻ വരുമ്പോഴെല്ലാം ഞാൻ അവനെ കൊണ്ട് പാടിക്കാറുണ്ടായിരുന്നു. ഇന്ന് അവനില്ല, ഈ പാട്ട് മാത്രം. നിങ്ങൾ പാടിയത് എനിക്കിഷ്ടപ്പെട്ടു. അന്ന് ഞാൻ കാണിച്ചത് തെറ്റാണെന്നറിയാം. മാപ്പ് ചോദിക്കുന്നു. എന്തിന്? ഞാനന്ന് ചെരുപ്പെടുത്ത് കാണിച്ചില്ലേ, അതിന്. ചെരുപ്പോ? ഞാനൊന്നും കണ്ടില്ലല്ലോ. നിങ്ങൾക്കെന്താ കണ്ണ് കാണില്ലേ? Are you blind? അതെ. നീന പോയോ? അകത്തുണ്ട്. എന്തോ 2 ദിവസമായി പാട്ടും കൂത്തും ഒന്നുമില്ല. എന്താണാവോ? ആന്റിയുടെ പൂജ കഴിഞ്ഞോ? ഇല്ല മോളെ, എനിക്ക് വല്ലാത്ത ഒരു ക്ഷീണം. ഒരു 10 നിമിഷം ഒന്ന് കിടക്കണം. അപ്പൊ ഇന്റർവെല്ലാണല്ലേ? അപ്പൊ നീയും മോശമല്ലല്ലോ പെണ്ണേ. സംശയമില്ല, കലിയാളം തന്നെയാ. നാരായണ 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 നാരായണ. നീ എന്താ സ്വപ്നം കണ്ടിരിക്കുകയാണോ? കോളേജിൽ പോകണ്ടേ? നീ ഇവിടെ സ്വല്പസമയം ഇരിക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? എനിക്കൊരു വിഡ്ഢിത്തം പറ്റി ശ്രീദേവി. നിനക്ക് പറ്റാറുള്ളത് വിഡ്ഢിത്തം മാത്രമല്ലേ ഉള്ളൂ. ആ, കാര്യം പറയും. കാര്യം അറിയാതെ ഞാനയാളെ തെറ്റിദ്ധരിച്ചു. രാജുവിനെ. അയാളുടെ കണ്ണിന് കാഴ്ചയില്ല ശ്രീദേവി. നീ പറഞ്ഞ സത്യമാണോ? അതെ ശ്രീദേവി. പാവം. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? വരൂ, സമയം 9:30 നമ്മുടെ മുരളി ഈ രാജുവിന്റെ സുഹൃത്തായിരുന്നു. രാജുവും മുരളി പോലെ പാടും, അതേ ശബ്ദത്തിൽ. പാട്ടും പാട്ടുകാരും നിന്റെ വീക്ക്നെസ് ആണ്. ആവാ പോ. ഇറക്കി വെച്ച് ചൂടാക്കുക. 1, 3, 6, 7 ചേരുവകൾ തിളച്ച എണ്ണയിലിട്ട് നല്ലതുപോലെ മൂപ്പിക്കുക.
ഇതും കൂടി അങ്ങോട്ട് മുങ്ങോട്ട് വന്നാൻ കേട്ടോ. ടോമിയുടെ പരിപാടി കൊള്ളാമല്ലോ. പാചകപുസ്തകം നോക്കി കറി ഉണ്ടാക്കാൻ നോക്കിയതാ. രാജു ഇവിടെ അപ്പുറത്തുനിന്ന് ഉറങ്ങുന്നുണ്ട്. ഈ നേരത്തോ? ഞാൻ വിളിക്കാം. വേണ്ട വേണ്ട, ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം. നമശിവായ 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 പാഹിമാം നമശിവായ 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 ശങ്കരൻകുട്ടി ആയിരിക്കും. ഈശ്വര, ഞാൻ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ, ഭഗവാന്റെ വിഗ്രഹം കൊണ്ടുവന്നിരിക്കും. ആ, ശങ്കരൻകുട്ടി വന്നല്ലോ. ആരാ ആന്റി? കുരിശ. എന്താ തോമ? രാജുമോൻ പറഞ്ഞു ബാണിയമ്മിന്റെ ആ പ്ലാറ്റ് തരാൻ. പ്ലേറ്റോ? കാസറ്റാവും. ആ, അത് തന്നെ. ഏത് കാസറ്റാ? 2-3 ഉണ്ട്. അവന്റെ ഒരു പ്ലേറ്റ്. പുറത്തിറങ്ങിയിരിക്കണം. ചെരുപ്പ് ഇട്ടുകൊണ്ട് അകത്ത് കറിയിരിക്കുന്നു. പുറത്തിറങ്ങണം. ഒരു പ്ലേറ്റ് കയറാൻ വന്നിരിക്കുന്നു. കോട്ടയമ്മായി എന്റെ വായി നമ്മൾ കേട്ടത് അവന്റെ അമ്മായി. ഈ മായി ഞങ്ങളുടെ അമ്മ ആനി. എത്ര വയസ്സുണ്ട്? നിന്റെ പ്രായം കാണും. നല്ലത്. എന്താ വേണ്ട? ഇന്ന് ഗീത വന്നില്ലേ? അവള് സുഖമില്ലാണ്ട് കിടക്കണ്. അതല്ലേ വാരിക. കൊച്ചു പുസ്തകല്ലേ? പൊന്നുമോനെ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ. നിനക്ക് സെക്സ് അല്ലേ കണ്ടു? ഇത് തന്നെയാണ് ഈ സെക്സ് എന്ന് പറഞ്ഞ സാധനം. ഇവിടെ വരാൻ, ഇവിടെ വരാൻ. ഞങ്ങൾ വീണ്ടുന്നേ പ്രൊഫസറോട് പറഞ്ഞോളൂ. ആനക്കാരൻ വീട്ടിലില്ലേ? വാടാ, നമുക്ക് ഇവരുടെ മണവും പിടിച്ച് പതുക്കെ അങ്ങോട്ട് പോവാം. സമയം വൈകി, പോട്ടേടി. നാളെ ഞാൻ ലീവാ. എന്താ? ഞാനൊന്ന് പറഞ്ഞില്ലേ? ഓ, ദുബായ്. അവര് നാളെയാണോ വരുന്നത്? മാരേജ് കഴിഞ്ഞാൽ നീ ദുബായ് പോവില്ലേ? ആ, എനിക്കറിയില്ല. ദുബായ് സാധനങ്ങൾ കൊണ്ടുവരുമ്പോ നീ എനിക്ക് എന്താടി തരാ? നിനക്ക് വലിയൊരു പ്രസന്റേഷൻ തരും. എന്താടി? ആനത്തല. ഞാനൊരു അടി തന്നാലുണ്ടല്ലോ. നാളത്തെ കഴിഞ്ഞ് കാണാം. ഓക്കെ, ബൈ ബൈ. അവിടെ നിൽക്കും. ഞാനിപ്പോ വരാം. നീനെ അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഗുരുവായൂരപ്പാ, കലികാലം തന്നെ സംശയമില്ല. ആ, ശങ്കരൻകുട്ടി വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. ഒരു സ്വന്തം പറഞ്ഞാൽ ആരാ? ഞാനാ, നീന. അകത്തേക്ക് വരൂ. ഓടക്കുഴലിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആന്റി അവിടെ കിടന്ന് വഴക്ക് പറയുന്നുണ്ട്. ബോണിയമിന്റെ കാസറ്റ്സ് കൊടുത്തയച്ചിരുന്നു. നല്ല സെലക്ഷൻസ് ഒന്നുമില്ല. രാജുവിന് വെസ്റ്റേൺ സോങ്സ് ഇഷ്ടമാണോ? ഇഷ്ടമാണ്, പക്ഷേ പാടാൻ അറിയില്ല. എന്താ ചോദിച്ചത്? വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. രാജു എന്താ തനിച്ചിവിടെ വന്ന് താമസിക്കുന്നത്? അച്ഛനും അമ്മയും? അച്ഛനുണ്ട്. അമ്മ അമ്മ? എന്റെ അമ്മ. അതൊരു വലിയ കഥയാണ് നീന. എന്താ? നീനയ്ക്ക് ബോറടിക്കില്ലെങ്കിൽ ഞാനൊരു കഥ പറയാം. എന്റെ കഥ. എനിക്ക് ബോറടിയോ? ഏയ്, പറഞ്ഞോളൂ. അച്ഛനും അമ്മയും ഞാനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ജീവിതം. ബിസിനസ്സുകാരനായ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു രവീന്ദ്രൻ.
രവീന്ദ്രൻ വന്നു. എത്ര നേരമായടോ തന്നെയും കത്തി ഞാൻ ഇരിക്കുന്നു? രാവിലെ എന്നെ പുറപ്പെട്ടതാണ്. ഇതാ മോനെ. അപ്പോഴേക്കും ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ വന്ന് വീണു. പിന്നെ ഒരേ ബോറടി. ഒരു രാജുമോനെ. അയ്യോ വേണ്ട. മതി ഡാഡി. കുറച്ചുകൂടി കഴിക്കും മോനെ. മതിയെങ്കിൽ പിന്നെ എന്തിനാ കൊടുക്കുന്നത്? വെറുതെയല്ല മോൻ ഇങ്ങനെ വണ്ണം വെക്കുന്നത്. കുട്ടിക്കാലത്ത് ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. വലുതാവുമ്പോ ഇതൊക്കെ ശരിയാകും. ആ, ഞാനൊരു കാര്യം മറന്നു. ടെലിഗ്രാം ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ നീ നേരത്തെ പറയാഞ്ഞേ? എന്താ മാറ്റർ? സിംഗപ്പൂർ പാർട്ടി വല്ലതും ആയിരിക്കും. അത് തന്നെ, അവിടെ 23 എത്തണമെന്ന്. ടെലിഗ്രാം ഇമ്പാക്സ് ഇന്റർനാഷണലിന്റെയാ. ഞാൻ പറഞ്ഞില്ലേ അച്ഛനെ, അവന്മാര് നമ്മുടെ വലയിൽ വീഴുമെന്ന്. ഈ വർഷത്തിൽ തന്നെ 50 lakhs ബിസിനസ് എങ്ങനെ നടക്കും? പക്ഷെ കറക്റ്റ് സമയത്തിന് കൊടുക്കാനുള്ള ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് നമ്മുടെ കൈവശം സ്റ്റോക്ക് ഉണ്ടാവുമോ? അതൊന്നും പേടിക്കണ്ട. അക്കാര്യം ഞാൻ ഏറ്റു. നാളെ തന്നെ കേരള ട്രാവൽ ഏജൻസി കണ്ട് ടിക്കറ്റ് ശരിപ്പെടുത്തണം. പോകാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തോളൂ. ഡാഡി പോയാ എന്നാ തിരിച്ചു വരിക? 2 മാസമെങ്കിലും എടുക്കും മോനെ. എന്തിനാ ഡാഡി ബിസിനസിന് സിംഗപ്പൂർ പോണത്? ഡാഡിക്ക് ഇവിടുത്തെ ബിസിനസ് പോരെ? മോനെ വിട്ട് പോകുന്നതിനാണോ? ഡാഡി വേഗം വരില്ലേ? ഡാഡി വരുമ്പോ മോൻ എന്താ കൊണ്ടുവരേണ്ടത്? എനിക്കൊന്നും കൊണ്ടുവരണ്ട. ഡാഡി വേഗം വന്നാ മതി. അല്ലേ മമ്മി? രാജമോൻ ഊണ് കഴിക്കൂ. എനിക്ക് മതി. ഞങ്ങൾ വേഗം വരാം. ആ രവീന്ദ്രനെ ഇതുവരെ കണ്ടില്ലല്ലോ. നിങ്ങളെ പോലെയല്ല, ടൈം കീപ്പപ്പ് ചെയ്യുന്ന പാർട്ടിയാണ് രവീന്ദ്രൻ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ആളെത്തി. എന്താ പറഞ്ഞത്? തനിക്ക് ദീർഘായുസ. എന്നാ ഇനി വൈകണ്ട, നമുക്കിറങ്ങാം. വരൂ രാജുമോനെ, 4 മണിക്കാ സിംഗപ്പൂർ ഫ്ലൈറ്റ്. മമ്മി, ഡാഡിയുടെ എഴുത്ത് വന്നോ? ഇല്ല. മോനെന്തിനാ ഇങ്ങനെ എണീറ്റ് നടക്കുന്നത്? എവിടെയെങ്കിലും തട്ടുവീഴില്ലേ? അകത്തിരുന്നാ പോരെ? മമ്മി, പോസ്റ്റ്മാൻ ആയിരിക്കും. മോൻ അകത്ത് പോയിരുന്നത്? ഹരിയുടെ എഴുത്താ. പുള്ളിക്കാരൻ ഒരാഴ്ചക്കകം തിരിച്ചു വരുമെന്ന്. എന്താ കാര്യം? കസ്റ്റംസിൽ ചില പേപ്പറുകളൊക്കെ ശരിയാക്കണോ അത്രേ. 2 ആഴ്ചക്കുള്ളിൽ തിരിച്ചു പോകണമെന്നും എഴുതിയിട്ടുണ്ട്. ഞാൻ അപ്പോഴേ അവനോട് പറഞ്ഞതാണ് ആ പേപ്പേഴ്സ് കൂടി ശരിയാക്കിയിട്ട് പോയാൽ മതി. കേട്ടിരുന്നെങ്കിൽ ഈ യാത്രയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചെയ്യാം, ഇന്ന് തന്നെ കസ്റ്റംസ് ഓഫീസിൽ പോയി നോക്കാം. എന്താ, ഞാൻ ഇറങ്ങട്ടെ സുശി? ഇനി ഒരാഴ്ച കൂടിയില്ലേ? ഇവിടെ ഇരിക്കുന്നേ. നാളെ വരണം കേട്ടോ. ഓക്കെ. ഇത്ര പെട്ടെന്ന് ഞാൻ അയച്ച കത്ത് കിട്ടിയില്ലേ? കിട്ടി. ഹലോ, താനിവിടെ ഉണ്ടോ? ഡാഡി, മോനെ, നീ വാ. പോട്ടെ സർ. ഒരാഴ്ച കഴിഞ്ഞ് എത്തുള്ളൂ എന്ന് സുശീല പറഞ്ഞിരുന്നു. ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് പെട്ടെന്ന് ശരിയായി. നാളെ തന്നെ തിരുവനന്തപുരത്തിന് പോയി പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കേണ്ടതുണ്ട്. അടുത്ത ആഴ്ച തന്നെ മടങ്ങി പോവുകയും വേണം. ഇന്നിങ്ങ് വന്നതേ ഉള്ളൂ. അപ്പോഴേക്കും തിരുവനന്തപുരത്തേക്ക് 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ? നിനക്കെന്തറിയാം എന്റെ സുശീലേ, രാജമോൻ വല്ലാതെ ക്ഷീണിച്ചല്ലോ. പിന്നെ ഒരു ക്ഷീണവും ഇല്ല. ഞാൻ കാപ്പി കൊണ്ടുവരാം.
എന്ത് പറ്റി മോനെ? ഒന്നുമില്ല ഡാഡി. ഡാഡി എന്തിനാ ഇപ്പൊ മടങ്ങി വന്നത്? ഡാഡി ഫയൽ എടുക്കാൻ മറന്നുപോയി. മമ്മി എവിടെ? നാളെ വരില്ലേ? പിന്നെ ഭാര്യ 2 ദിവസം കഴിഞ്ഞിട്ട് മടങ്ങി വരുന്നു. രാവിലെ എത്താം. ഞാൻ മുഹൂർത്തം ഒരിക്കലും തെറ്റിക്കാതെ. മുഹൂർത്തം എന്നൽപ്പം തെറ്റി അല്ലേ മിസ്റ്റർ രവീന്ദ്രൻ? രവീന്ദ്രൻ, ഒരു നിമിഷം. ഭാര്യാപത്ര ബന്ധത്തിന്റെ നിലനിൽപ്പ് പരസ്പര ധാരണയാണ്. അത് എപ്പോൾ തകരുന്നുവോ അപ്പോൾ ആ ബന്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. നിനക്കിറങ്ങിപ്പോകാം. രവീന്ദ്രൻ, നിങ്ങളെന്ത് പറയുന്നു? നീ അവനെ വെറുതെ വിട്ടേക്ക്. നിന്റെ നല്ല ജീവിതത്തിന് അവനൊരു കറുത്ത പൊട്ടായിരിക്കും. പിന്നീട് ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ടില്ല. ആ സംഭവത്തിന് ശേഷം അച്ഛൻ മാനസികമായി തകർന്നു. സത്യത്തിൽ അമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല നീന. ഇത്രയും കാലം രാജു എവിടെയായിരുന്നു? അച്ഛൻ സിംഗപ്പൂർ പോകുന്നതിന് മുമ്പ് എന്നെ ബോർഡിങ്ങിലാക്കി. കഴിഞ്ഞ മാസത്തിൽ അച്ഛൻ നാട്ടിൽ വന്നു. അച്ഛന്റെ നിർബന്ധപ്രകാരം ഞങ്ങൾ ഈ പഴയ വീട്ടിലേക്ക് തന്നെ ഞാൻ താമസമാക്കി. എനിക്കിപ്പോൾ ആകെയുള്ളൊരു ആശ്വാസം തോമയാണ്. ഒരർത്ഥത്തിൽ എന്റെ അച്ഛനും അമ്മയും അവനാണ്. സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാണ് നീന ഞാൻ ഓരോ രാത്രിയും ഉറങ്ങാൻ ശ്രമിക്കുന്നത്. രാജു ഇനി സ്ലീപ്പിംഗ് പിൽസ് കഴിക്കരുത്. അത് ആരോഗ്യത്തിന് നല്ലതല്ല. അറിയാഞ്ഞിട്ടല്ല. തോമ, രാജുവിന് ഇനി സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കരുത്. ഗുളിക കൊടുത്തില്ലെങ്കിൽ എന്നോടാ കരുത്. താരംവിളി കേൾക്കുന്നുണ്ട്. അച്ഛനമ്മമാർക്ക് മാത്രമല്ല രാജു സ്നേഹം പകർന്നു തരാൻ കഴിയുന്നത്. മറ്റുള്ളവർക്കും അതിന് കഴിയുമെന്ന് മനസ്സിലാക്കൂ. ബി ഹാപ്പി. ദേ, ആന്റി അവിടെ കിടന്ന് ഒച്ച വെക്കുന്നുണ്ട്. ഞാൻ പോട്ടെ രാജു. റെഡിയേ? ഒന്ന് വന്നത് ഒന്ന് എന്റെ കാശ തന്ന പോയത്. എന്റെ അമ്മേ. എത്രയുണ്ട് നോക്ക്. നിന്റെ കണക്ക് 20 36 3650. ഈ കാശിന്റെ കാര്യത്തില് തമ്മിൽ വഴക്കുകൾ ഉണ്ടാവും. അതുകൊണ്ട് ആ കാര്യം വളരെ കൃത്യമായിട്ടിരിക്കണം. അത്രേ ഉള്ളൂ. ഏയ്, തോമയുടെ പാചകവിധി ഇന്ന് കാണിച്ചു തരാം. ദേ തോമ, ഏയ് വീട്ടിൽ കയറിയിട്ട് പോ. വാടി. വേണ്ട, നാളെ കാണാം. രാജുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. വാടി. ഒരുപാട് വൈകും. ചെന്നിട്ട് അമ്മയെ കൂട്ടി അമ്പലത്തിൽ പോണം. എന്നാ നീ പൊയ്ക്കോ. നീന, നീ എപ്പോഴും രാജുവിന്റെ വീട്ടിൽ പോകണ്ട. ആന്റി നിന്നെ ശരിപ്പെടുത്തും. ഏയ്, ആന്റിയെ ഞാൻ കൊല്ലും. കൊല്ലാനും തിന്നാനും ഒന്നും പോകണ്ട. ആന്റി പാവാടി. പോട്ടെ. ബൈ ബൈ. രാജുമോനെ, ഉറക്കഗുളിയൊക്കെ തീരാറായി. സ്ലീപ്പിംഗ് പിൽസോ? നാളെ വാങ്ങാം. വാങ്ങണ്ട. തോമയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്ലീപ്പിംഗ് പിൽസ് വാങ്ങിച്ചു കൊടുക്കരുതെന്ന്. നീന വന്നോ? എന്നാ ഇനി ഞാൻ പോയെന്ന് കുളിക്കാം. ഞാൻ രാജുവിന് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സാധനം? ഗിറ്റാർ. എനിക്കിത് കിട്ടിയിട്ട് എന്തിനാ? സാരമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. ആന്റി വിളിക്കുന്നു. ഞാൻ പോട്ടെ. അമ്മായി പറഞ്ഞു നീ ഇവിടെ ഉണ്ടെന്ന്. ആരാ നീന? എന്റെ ഹസ്ബൻഡാ ശങ്കർ. ഇത് മിസ്റ്റർ രാജു. ഹലോ. ഹലോ. യു പ്ലേ ഗിറ്റാർ? നോ, ഇത് നീന തന്നതാ. രാജുവിന് വെസ്റ്റേൺ മ്യൂസിക് പഠിക്കണമെന്നുണ്ട്. ഗുരു നീ ആയിരിക്കും.
അപ്പൊ പിന്നെ കേമോ കേട്ടോ രാജു, ഇവക്കൊരു ചുക്കും അറിഞ്ഞൂടാ. ധൈര്യം ഉണ്ടെങ്കിൽ ബെറ്റ് ചെയ്തോളൂ ശങ്കർ. 3 മാസത്തിനകത്ത് രാജു ഗിറ്റാർ വായിക്കാൻ പഠിച്ചിരിക്കും. എനി ബെറ്റ്? അയ്യോ പൊന്നെ, ഞാനില്ല. രാജു വേണമെങ്കിൽ പഠിച്ചെന്നിരിക്കും, ഹീസ് ടാലന്റഡ്. പക്ഷേ അത് നിന്റെ... ഓ മതി മതി. നീനെ പോണ്ടേ? പിന്നെ പോണ്ടേ? തോമാ, എന്താ രാജു മോനെ? ഇവർക്ക് ചായ. ഓ രാജു പ്ലീസ്, ഒന്നും വേണ്ട, അതൊക്കെ ഇനി ഒരിക്കൽ. ശങ്കർ ആദ്യമായിട്ടല്ലേ? നോ 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 ഫോർമാലിറ്റീസ് രാജു, നീനെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവൾക്കൊരു ഫിലിമിന് പോകണമെന്ന് പറഞ്ഞു. നല്ല പടമാ, സിഡ്നി പോയിട്ടുള്ള വാം ഡിസംബർ. വുഡ് യു ലൈക്ക് ജോയിൻ? ഞാൻ ഐ എം സോറി. എങ്കിൽ വൈകണ്ട, പോട്ടെ. സീ യു രാജു. പോട്ടെ രാജു. ഓക്കെ. അങ്ങനെയല്ല, ഇങ്ങനെ. ഇനി വായിച്ചോളൂ. ജോലി സമയം കഴിഞ്ഞുള്ള നേരത്തെ എനിക്കും എന്തെങ്കിലുമൊക്കെ പഠിച്ചാക്കൊള്ളാന്നുണ്ട്. ബൈബിൾ വായിച്ച് പഠിച്ചോളൂ. അല്ല, ഈ ഓടക്കുള്ളിൽ വെറുതെ ഇരിക്കില്ലേ? എന്നാ ഞാൻ ഇത് വായിച്ച് പഠിച്ചോട്ടെ രാജുമോനെ. തെറ്റിയാ? ആ ജീസസിന്റെ രൂപം കോൺവെന്റിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ബെസ്റ്റ് ഓൾറൗണ്ട് സ്റ്റുഡന്റിന് തന്ന സമ്മാനമാണ്. പോരുന്ന സമയത്ത് മദർ സുപ്പീരിയർ പറഞ്ഞു, ദിസ് വിൽ ബി സൊളൈസ് ഫോർ യു. നീനയ്ക്ക് ജീസസിന് ഇഷ്ടമാണോ? എനിക്ക് എല്ലാ ദൈവങ്ങളും ഇഷ്ടമാണ്. ഇതിന്റെ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ഊണിന്റെ പരിപാടിക്ക് പോവാം. തോമാ, ആ ജീസസിന്റെ രൂപം നീ എടുക്കും. എന്തോ താ വരണ അമ്മായിയുടെ ഫയറമ്പിളി കേൾക്കുന്നുണ്ട്. ആന്റി കേക്കണ്ട രാജു, ഞാൻ പോവാണ് കേട്ടോ. നീന പ്ലീസ്. This will be solace for you. നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ. എന്റെ ഗുരുവായൂരപ്പ, ഞാൻ എന്തായി കാണുന്നത്? നീനേ, നീനേ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ പോവാ. ഗുരുവായൂരപ്പ, നീനേ, നീനേ, നീനേ. എന്താ ആന്റി? ആന്റി, നീ എന്റെ പൂജാമുറിയിൽ എന്താ കാണിച്ചത്? ഇതാണ് നിന്റെ ഭാവമെങ്കിൽ ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ആന്റി വേണ്ട വേണ്ട, എന്നെ വിളിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ പോവാ. നാരായണ ശങ്കരൻകുട്ടി വന്നാലേ പറഞ്ഞേക്കൂ ഞാൻ പോയിന്ന്. ആന്റി പോവരുത് ആന്റി. ഇല്ല, ഞാൻ ഇന്നോട് നിൽക്കില്ല, എന്നെ വിടൂ, ഞാൻ നിൽക്കില്ല. ആന്റി പ്ലീസ് ആന്റി, അതെവിടെ വെക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ക്രൈസ്റ്റും ദൈവമല്ലേ, അതുകൊണ്ട് ആന്റിയുടെ പൂജാമുറി തന്നെ അതും വെച്ചു. നിന്റെ കളിയല്ല എന്റെ പൂജാമുറിയില്ല, ഞാൻ സഹിക്കില്ല കേട്ടോ. ആന്റി ഐ എം വെരി സോറി ആന്റി, ഞാൻ അതെടുത്ത് എന്റെ ബെഡ്റൂമിൽ തന്നെ വെച്ചോളാം. ഹൃദയ സരോവരമുണർന്നു
ഹൃദയ സരോവരമുണർന്നു എൻ ഹൃദയ സരോവരമുണർന്നു ഉദയ ദിവാകര രാഗശോഭയിൽ മധുര സങ്കൽപ്പ ഗാനലഹരിയിൽ ഹൃദയ സരോവരമുണർന്നു എൻ ഹൃദയ സരോവരമുണർന്നു കടന്നുപോയ നിശീധത്തിനോർമകൾ കറുത്ത പക്ഷങ്ങൾ വിടർത്തും നോവുകൾ കടന്നുപോയ നിശീധത്തിനോർമകൾ കറുത്ത പക്ഷങ്ങൾ വിടർത്തും നോവുകൾ മറക്കുവാനോ വാനദീലിമ മറക്കുവാനോ വാനദീലിമ വാരിയണിഞ്ഞി പൊൻവെയിൽ ഞൊറികൾ ഹൃദയ സരോവരമുണർന്നു എൻ ഹൃദയ സരോവരമുണർന്നു നിറഞ്ഞു തൂവും വികാരങ്ങളോളങ്ങൾ ഉണർത്തിയാടുന്നു വിളിപ്പതാരെയോ നിറഞ്ഞു തൂവും വികാരങ്ങളോളങ്ങൾ ഉണർത്തിയാടുന്നു വിളിപ്പതാരെയോ വിടർന്നുവല്ലോ വിടർന്നുവല്ലോ വർണ്ണ സരസിൽ വാസര സ്വപ്നം വാരിജമലരായി ഹൃദയ സരോവരമുണർന്നു എൻ ഹൃദയ സരോവരമുണർന്നു ഉദയ ദിവാകര രാഗശോഭയിൽ മധുര സങ്കൽപ്പ ഗാനലഹരിയിൽ ഹൃദയ സരോവരമുണർന്നു എൻ ഹൃദയ സരോവരമുണർന്നു നീന കുഞ്ഞാണ്. നീ എന്തിനാ ആന്റി ഇങ്ങനെ ദേഷ്യപ്പെടുത്തുന്നത്? ആന്റിയുടെ ദേഷ്യം കാണാൻ തന്നെ ഒരു രസമാണ്. നീ ഇങ്ങനെ കളിച്ച് കളിച്ച് ഒരു ദിവസം കളി കാര്യമാവും. ആന്റി ആന്റിയുടെ പാട്ടിന് പോകും. എന്നെ വിട്ടേച്ച് ആന്റി ഒരു വഴിക്കും പോവില്ല. നിന്നെ വിട്ടേച്ച് ഒരു ദിവസം വീട്ടിൽ നിന്ന് പോയാലേ നീ പഠിച്ചു. ഇത് നോക്ക് ശ്രീദേവി. എടി ഇത് മദീന പള്ളിയല്ലേ? നിനക്ക് എന്തിനാ കാര്യമുണ്ടടി? നീ എന്നോട് വീട്ടിലേക്ക് വാ. ഇങ്ങനെ പറഞ്ഞില്ല വാടി, ഞാനൊരു രസം കാണിച്ചു തരാം. വാന്നേ. ആന്റി കുളിക്കോ? നീ ഇവിടെ ഇരുന്നോ, ഞാനിപ്പോ വരാം. അല്പസമയത്തിനുള്ളിൽ നിനക്കൊരു തമാശ കാണിച്ചു തരാം. ഗുരുവായൂരപ്പ രക്ഷിക്കണേ സർവേശ്വര ഹരേ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ രക്ഷിക്കണേ. അന്യതാ ചരണം നാസ്തി തുമേവ ചരണം മമ
തസ്മാത് കാരുണ്യ ഭാവേന രക്ഷ രക്ഷ മഹേശ്വര ഈശ്വര നാരായണ ഹരേ. എന്താ നീനത്? പിന്നെ ആന്റി ഗൗരവത്തിലാണെന്ന് തോന്നുന്നു. എന്റെ ഗുരുവായൂരപ്പ ക്ഷമിക്കണേ, ഞാൻ പോവാ. ശ്രീദേവി, ആന്റി പോവാണെന്ന് തോന്നുന്നു. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കളിതമാശകളൊന്നും കാണിക്കരുതെന്ന്. ഗുരുവായൂരപ്പ. ആന്റി, ഐ എം വെരി സോറി ആന്റി. ഇല്ല, ഞാൻ പോവുക. കളി കാര്യായി. ആന്റിക്ക് എന്നെ വിട്ടു പോകാൻ കഴിയില്ല. ഗേറ്റിന്റെ അടുത്തെത്തിയാൽ തിരിച്ചു വരും. ശ്രീദേവി നോയിക്കോളൂ. ശ്രീദേവി, ആന്റിയോട് പോകരുതെന്ന് പറയും. ശ്രീദേവി, പ്ലീസ് പ്ലീസ്. നീ മണ്ടിയാണ്, അല്ലെങ്കിൽ നീ അമ്മായിയോട് വഴക്കിടാൻ പോകുമോ? അമ്മായിയുടെ സ്വഭാവം നിനക്കറിയില്ലേ? ആന്റി എന്നോട് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആ, അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. നീ ഇടയ്ക്കിടയ്ക്ക് രാജുവിന്റെ വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് അമ്മായി വഴക്ക് പറയാറുണ്ടെന്ന് കഴിഞ്ഞ തവണ നീ എന്നോട് പറഞ്ഞല്ലേ? രാജുവിന്റെ അച്ഛന്റെയും അമ്മയുടെയും ബന്ധം തകർന്ന കഥയും നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ശങ്കരൻ എന്നെ വിശ്വാസമല്ലേ? എന്റെ വിശ്വാസമല്ല നീന പ്രശ്നം. എന്നെ തെറ്റിദ്ധരിക്കണോ? നിന്നെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുള്ളൂ. നീ എന്നെ വഞ്ചിക്കില്ലെന്ന് എനിക്കറിയാം. ശങ്കർ, സാരമില്ല, എല്ലാം മറക്കും. അമ്മായിയെ നമുക്ക് കൊണ്ടുവരാം. ഉം? രാജു, തോമ, എന്താ? സുഖമില്ല. കാലിലെന്തോ കത്തിയ കൊടലി കൊണ്ട് മുറിഞ്ഞതാ. നല്ല പനിയുണ്ട്. ഞാനെന്തെങ്കിലും ചുക്കുള്ള കാപ്പി കൊണ്ടുവരട്ടെ? ഒന്നും വേണ്ട. ഡോക്ടറെ കാണാൻ ഞാൻ പറഞ്ഞതാ. തോമസ് സമ്മതിക്കണ്ടേ? വേണ്ട, ഞാൻ പൊയ്ക്കൊള്ളാം. നീനായിരുന്നില്ലേ? ഇരുന്നു. ഇതാ രാജു. എന്താ നീന? പ്ലാസ്റ്റിക് പൂക്കളല്ലേ ഇത്? ഇതിന്റെ കളർ എന്താ? പിങ്ക് ഉണ്ട്, റെഡും ഉണ്ട്. ഈ പൂക്കൾ എനിക്കെന്തിനാ നീന? എന്താ? കണ്ണിന് കാഴ്ചയില്ലാത്ത എനിക്ക് കാണാൻ കഴിയില്ലല്ലോ എന്ന്. സാരമില്ല, ഇവിടെ വരുന്നവർക്ക് കാണാമല്ലോ. എടാ,
ഈ ശങ്കറിന്റെ വീട് ഇത് തന്നെയല്ലേ? അതേടാ, ആ ഹോട്ടലുകാരൻ പറഞ്ഞത് ഈ വീട് തന്നെയാ. ആ വലിയ വീടും ഈ ഔട്ട് ഹൗസും. ഇവിടെ നിന്ന് ഒരു 1500 രൂപ കിട്ടും. ആരെയും കാണാനില്ലല്ലോ. ന്യൂൺ ഷോ വല്ലതുമാണോ? ഇവനാരടാ? ആ, നമുക്ക് ആ വീട്ടിൽ പോയി ചോദിക്കാം. ശരി, വല്ലതും കിട്ടുവാളിയാ? പിന്നെ ഇപ്പോ 1-2 പെയിന്റിങ്സും ആ പാട്ടും മാത്രമുണ്ട് മുരളിയുടെ ഓർമ്മയ്ക്ക്. ആ, നീനെവിടെ ഉണ്ടായിരുന്നു? അരമണിക്കൂറായി ഞങ്ങൾ അവിടെ ചെന്ന് വിളിക്കും. എന്താ കാര്യം? ഞങ്ങൾ GSFന്റെ ഫണ്ട് പിരിവിന് വന്നതാ. ശങ്കറില്ലേ ഇവിടെ? ആരാ നീന? എന്റെ കോളേജ് മേറ്റ്സാ. എന്താ ഇയാൾക്ക് കണ്ണ് കാണില്ലേ? ഇല്ല, ഓഹോ, ആ നമ്മുടെ ശങ്കർ അവിടെ പോയി. തൊഴിലാളി സമരത്തിന്റെ ചില പ്രശ്നത്തിനായി മൂന്നാർ എസ്റ്റേറ്റിൽ പോയിരിക്കുക. ആഴ്ചയിൽ ഒരിക്കലേ ഇവിടെ വരൂ. അത് സാരല്ല, നീന വന്നാ മതി. സംഭാവനയും മറ്റും ശങ്കറിനോട് ചോദിച്ചാ മതി. ശങ്കറില്ലാത്ത നിലയ്ക്ക് നീ എനിക്ക് തരാലോ. ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യയാകുമ്പോ നോ, അതൊക്കെ ബിസിനസ്സുകാരോട് ചോദിച്ചാ മതി. ഞാൻ തരില്ല. വാടാ, നമുക്ക് പോവാം. ഭിക്ഷ ചോദിക്കാൻ വന്നതല്ലേ? ഓളെ വരുമല്ലോ, അപ്പൊ കാണാം. ആ, ഇറങ്ങടാ, വാ. കണ്ണ് കാണാത്തവനാണെങ്കിലും അവൻ ഭാഗ്യമുള്ളവനാ. തൊഴിലാളി സമരം പൊളിക്കാൻ ഇവനെ പോലൊരു കാലിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ തൊഴിലാളി നേതാവിനെയാണ് നിലയ്ക്ക് നിർത്തേണ്ടത്. 3 തവണ ഒത്തുതീർപ്പിനെ വിളിച്ചിട്ടും അയാൾ വന്നില്ല. ആ, ഇത്തവണ കൂടി ഞാൻ നോക്കും. പിന്നത്തെ വഴി എനിക്കറിയാം. ഹലോ 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 ഹലോ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് പതുക്കെ തുടങ്ങാം. എന്താ വേണ്ടേ സാറേ? ആ, ഒരു പൈന്റ്. ഏതായാലും ആ, എടാ, നമ്മുടെ ശങ്കറിലായിരിക്കുന്നു. എവിടെയാ നീർക്കോലി? ആ, ഞാനിപ്പോ വരാം. ഞങ്ങളിന്ന് വീട്ടിൽ പോയിരുന്നു. എന്താ കാര്യം? ആ, നമ്മുടെ GSFന്റെ ഫണ്ട് പിരിവ്. അതാണോ? വീട്ടിൽ വന്ന് കാണും. ഞാൻ അല്പം തിരക്കിലാണ്. എടാ രഘുവേ, തിരക്കിലാണെന്ന്. തിരക്കി അവനവന്റെ ഭാര്യയെ തിരക്കി നടക്കേണ്ടി വരും. ആ കണ്ണുപൊട്ടൻ ഉള്ളിടത്തോളം കാലം കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരൂല. വെയിറ്റർ, ബില്ല് റൂം നമ്പർ 609 എഴുതിക്കൊള്ളു. ആ, നിങ്ങൾ വെക്കുള്ളൂ, ഞാനിപ്പോ വരാം. ആർക്കാടാ കാര്യങ്ങൾ മുട്ടുകൂടാൻ നടക്കേണ്ടത്? നിന്നോടാ ചോദിച്ചത്. നിന്റെ ഭാര്യയ്ക്ക്.
എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ ഞാൻ ഇത്രയും വലിയൊരു അടി. കുടികളെ ആ രക്ഷപ്പെട്ടെന്ന് തോന്നണേ. എന്റെ അമ്മേ. നിങ്ങളൊക്കെ പട്ടികളാടാ, പട്ടികൾ. നീ എന്റെ സുഹൃത്തായി പോയി, അല്ലെങ്കിൽ നിന്നെ ഞാൻ പോടാ. ഓ. എന്താണ് ഈ അസമയത്ത്? ഇടയ്ക്ക് സമയം തെറ്റിയും വരണമല്ലോ. കുടിച്ചിട്ടുണ്ടല്ലേ? ഞാൻ കുടിക്കുമെന്ന് നിനക്കറിയാമല്ലോ. ഇത്രയും കൂടുതൽ കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. ആ, ഊണ് കഴിച്ചോ? നീ കഴിച്ചോ? ഉം. ആ. ആ, നീ വാതിലടച്ച് കിടന്നോളൂ. കയ്യിലെന്താണ് ഈ മുറിവ്? ഒന്നുമില്ല, എനിക്ക് പോണം. ഇപ്പൊ എവിടേക്കാ? നാളെ രാവിലെ പോവാം. വീട്ടിൽ നിന്ന് അമ്മയുടെ കത്തുണ്ടായിരുന്നു. അച്ഛന് തീരെ സുഖമില്ല. നമുക്കൊരുമിച്ച് എന്റെ വീട്ടിലൊന്ന് പോവാം. നീ പോയാ മതി. നീ എന്താ ഇപ്പൊ എഴുന്നേറ്റുള്ളൂ? കോളേജിൽ പോരുന്നില്ലേ? ഞാൻ ഇന്ന് വരുന്നില്ല. തീരെ സുഖം തോന്നില്ല. പനിയോ തലവേദനയോ? ഏയ്, ഒന്നുമില്ല. നിനക്കിന്ന് എന്ത് പറ്റിയടി? ഒന്നുമില്ല ശ്രീദേവി. ശ്രീദേവി കോളേജിൽ പോയിക്കോളൂ. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ കാണാം. സാറേ, നീനക്കുഞ്ഞിന്ന് വൈകുന്നേരം അവരുടെ വീട്ടിലേക്ക് പോയി. അച്ഛൻ അസുഖം കൂടുതലാണത്രേ. കുറേ സമയം സാറിനെ നോക്കിയത്. പോയപ്പോ താക്കോലിനെ ഏൽപ്പിച്ചിട്ട് പോയി. സാറും കൂടെ ഇല്ല, ഞാൻ താക്കോലും കൊണ്ടുവരാം. ശ്രീദേവി, നീന ഇന്ന് കോളേജിൽ വരുമെന്ന് തോന്നുന്നില്ല. അവൾക്ക് ചെറിയ തലവേദനയാ.
മുറിയിലുണ്ട്. എന്തുറക്കമാണിത്? അച്ഛന്റെ അസുഖം എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കാണ്. അമ്മയാണ് അടുത്തുള്ളത്. എക്സാമിനേഷൻ പീരീഡ് അല്ലേ, അമ്മ നിർബന്ധിച്ചു. അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. നീ വന്നേ, ഒരു കാര്യം. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറട്ടെ എന്ന്. ശ്രീദേവി, നീ എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേ ശ്രീദേവി? ഞാനൊരു തെറ്റും ചെയ്തില്ല നീന. ശങ്കർ, നിങ്ങൾ എന്റെ ജീവിതം തകർത്തു. ശ്രീദേവിയുടെയും. നിങ്ങൾ ഇത്ര തരം താഴുമെന്ന് ഞാൻ കരുതിയില്ല. തരംതാണത് ആരാണ്? ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? എന്നെ വിഡ്ഢിയാക്കരുത്. ഞാനിത് തെറ്റ് ചെയ്തു. ഓ, നീ ശീലാവതിയാണല്ലോ. നിനക്കും അവന് തമ്മിലുള്ള ബന്ധം എന്താണ്? നിന്നെക്കുറിച്ച് എന്റെ ഫ്രണ്ട്സിനുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാമോ? ഞാൻ അന്വേഷിക്കാറില്ല. പക്ഷെ ഞാൻ അന്വേഷിച്ചു. നീ നമ്പർ 1 പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. ഷട്ട് അപ്പ്. ഇനി ഒരു വാക്ക് നിങ്ങൾ സംസാരിക്കരുത് കേട്ടോ? ഞാനെല്ലാം കേട്ടു നീന. തെറ്റ് ചെയ്തത് ഞാനാണ്.
ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ആന്റി പലപ്പോഴും പറയുമായിരുന്നു, നീന നീ മണ്ടിയാണെന്ന്. ഒരർത്ഥത്തിൽ അതെത്രയോ ശരിയാണ്. രാജുവിനെ പരിചയപ്പെട്ടതും അടുത്തതും. ഞാൻ പോവാണ് രാജു. എപ്പോ തിരിച്ചു വരും? ഞാനിനി തിരിച്ചു വരില്ല. നീന, നീ പോയാൽ ഞാൻ വീണ്ടും ഏകനാകും. സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കിയത് നിന്നിലൂടെയാണ്. ഞാൻ ആകെ തകർന്നു പോകും നീന. നിങ്ങൾ എന്തിനു തകരണം? ഞാൻ നിങ്ങൾക്കാരാണ്, നിങ്ങൾ എനിക്കാരാണ്. ആരുമല്ല. നിനക്കാരുമല്ല, നീ എനിക്കാരുമല്ല. സൂര്യതാരത്തിൻ ചൂടേറ്റു നിൽക്കും ഭൂമി കന്യക പാടുന്നു വീണ്ടും. ഞാൻ നിനക്കാരുമല്ല, നീ എനിക്കാരുമല്ല. സൂര്യതാരത്തിൻ ചൂടേറ്റു നിൽക്കും ഭൂമി കന്യക പാടുന്നു വീണ്ടും. ഞാൻ നിനക്കാരുമല്ല, നീ എനിക്കാരുമല്ല. എന്റെ സ്നേഹമാം ഭ്രമണപഥത്തിൽ നിന്റെ സ്വപ്നം ചരിക്കുന്നതില്ലേ? എന്റെ സ്നേഹമാം ഭ്രമണപഥത്തിൽ നിന്റെ സ്വപ്നം ചരിക്കുന്നതില്ലേ? അജ്ഞാത കാന്ത തരംഗങ്ങളാലെ അന്യോന്യം വാരി പുണരുന്നതില്ലേ? ഇല്ലെന്നു ചൊല്ലുന്ന ഭീരുത്വമേ, നീ ഒന്നിനെ രണ്ടെന്നു കാണുന്നു. ഞാൻ നിനക്കാരുമല്ല, നീ എനിക്കാരുമല്ല. എന്റെ നൊമ്പരം ജ്വലിച്ചുയരുമ്പോൾ നിന്റെ ഉള്ളും പിടയുന്നതില്ലേ? എന്റെ നൊമ്പരം ജ്വലിച്ചുയരുമ്പോൾ നിന്റെ ഉള്ളും പിടയുന്നതില്ലേ? ആരാധനാദീപമാലിക നീ അന്ധകാരത്തിൽ പടർത്തുന്നതില്ലേ? ഇല്ലെന്നു ചൊല്ലുന്ന ഭീരുത്വമേ, നീ
എനിക്കാരുമല്ല, സൂര്യതാരത്തിൻ ചൂടേറ്റു നിൽക്കും ഭൂമി കന്യക പാടുന്നു വീണ്ടും, ഞാൻ നിനക്കാരുമല്ല, നീ എനിക്കാരുമല്ല. കാർ ലെഫ്റ്റിലേക്ക് വിടൂ. നിങ്ങൾക്ക് പോകേണ്ടത് ഗുരുവായൂർക്കല്ലേ, നേരെ പോകുന്ന എളുപ്പം. വേണ്ട, ലെഫ്റ്റിലേക്ക് തന്നെ വിടൂ. എന്താണ് കാർ നിർത്തിയത്? ഇനി ഇവിടുന്ന് കാറ് പോകില്ല, കടത്താം. ശ്രീമതി എവിടേക്കാ? എവിടേക്കാണ് തീരുമാനിച്ചില്ല. ഒരു ഭർത്താവെന്ന നിലയിൽ ഞാനും കൂടി അറിയണ്ടേ? വേണ്ട, നിങ്ങളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പ്ലീസ് എന്നെ വെറുതെ വിടൂ. ഏതായാലും നീ എന്റെ കൂടെ വരൂ. ബന്ധം തുടങ്ങിയത് അച്ഛനമ്മമാരുടെ മുമ്പിൽ വെച്ചല്ലേ, അവസാനിപ്പിക്കുന്നു അവിടെ വെച്ചാണ്. എന്റെ കാറ് കയറണം. ഇല്ല, നിങ്ങൾ പോയിക്കോളൂ. എന്ത് തെറ്റുകളുണ്ടെങ്കിലും തിരുത്താൻ ഞാൻ തയ്യാറാണ്. നിനക്ക് കൂടി കഴിയുമെങ്കിൽ വരൂ, വീട്ടിലേക്ക് പോകാം. ഞാൻ വരില്ല. നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം ഇനി എനിക്ക് സാധിക്കില്ല. എന്ത് തീരുമാനം വേണമെങ്കിലും നീ എടുത്തോളൂ. അതിനു മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ, നീ കരുതുന്നത് പോലെ ശ്രീദേവിയെ ഞാൻ നശിപ്പിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്കൂ. അവനോട് മാപ്പ് ചോദിക്കാനും ഞാൻ തയ്യാറാണ്. വരൂ, നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം. ഞാനില്ല. അപ്പോ നിന്റെ തീരുമാനത്തിന് മാറ്റമില്ല? ഇല്ല. ഞാൻ 3 ഹോൺ അടിക്കും. അതിനിടയ്ക്ക് നീ എന്റെ കാറിൽ കയറിയില്ലെങ്കിൽ ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഈ റോഡിൽ വെച്ച് അവസാനിച്ചു എന്ന് കരുതിക്കൊള്ളൂ.